ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ജൂലൈ 6 ലോക സൂനോസിസ് ദിനം. 1885 ജൂലൈ 6-നാണ് ലൂയി പാസ്റ്റർ ആന്റി റാബി വാക്സിൻ കണ്ടുപിടിച്ചു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജൂലൈ 6-ന് ലോക സൂനോസിസ് ദിനം ആചരിക്കുന്നത്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ സൂനോസിസ് രോഗങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. സൂൺ എന്നാൽ അനിമൽ എന്നും നോസോൺ എന്ന ഡിസീസസ് എന്നുമാണ് ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം. ആന്ത്രാക്സ്, പക്ഷിപ്പനി, ഡെങ്കിപ്പനി, എലിപ്പനി, മലേറിയ, പ്ലേഗ്, വിഷബാധ, നിപ്പ എന്നിവയെല്ലാം സൂനോസിസ് രോഗങ്ങളാണ്. നിപ്പ വൈറസ് ഈ അടുത്ത കാലത്ത് നമ്മളെ ഭയപ്പെടുത്തിയിരുന്നു. മുൻകരുതലാണ് അതിൻ്റെ പ്രതിവിധി. കൃഷിക്കും ഭക്ഷണത്തിനും നാം മൃഗങ്ങളെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് മനുഷ്യർ മൃഗങ്ങളുമായിട്ടുള്ള സമ്പർക്കം കൂടുന്നു. മൃഗങ്ങൾക്ക് പ്രതിരോധ ശക്തി കൊടുക്കണം. പ്രതിരോധ ശക്തി കൊടുത്താൽ രോഗങ്ങൾ മൃഗങ്ങളിൽ നിന്ന് വിട്ടുപോകും. മൃഗങ്ങളെ പരിപാലിച്ച ശേഷം കൃത്യസമയത്ത് തന്നെ കൈ നന്നായിട്ട് സോപ്പിട്ട് ശരിക്കും കഴുകണം. കൊതുകിൻ്റെ കടി ഏൽക്കാതെ സൂക്ഷിക്കണം. നമ്മൾ ഓമനിച്ച് വളർത്തുന്ന മൃഗങ്ങളുടെ ഉമ്മനീരിൽ നിന്ന് രോഗങ്ങൾ പകരുന്നു. കൃത്യസമയത്ത് തന്നെ വളർത്തു മൃഗങ്ങളെ കുത്തിയപ്പെടുക്കണം. പാലിറച്ചി, മുട്ട, പച്ചക്കറി എന്നിവയെല്ലാം നന്നായി പാചകം ചെയ്ത് കഴിക്കണം. മെച്ചമായ ജീവിതശൈലിയും ശരിയായ അറിവുകൾ, മുൻകരുതൽ ഇവർ നമ്മെ രോഗങ്ങളിൽ നിന്ന് അകറ്റും. നമ്മുടെ ശരീരത്തിൽ നാം തന്നെ സൂക്ഷിക്കണം. ഈ നല്ല തലമുറയെ നമുക്കൊന്ന് വാർത്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ കുഞ്ഞു പ്രസംഗം ഇഷ്ടമായില്ലേ? അപ്പോൾ അടുത്ത